എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേർ കേട്ടിട്ടുള്ള എന്നാൽ അത്രയൊന്നും ആഴത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ചാണ്. അതെ, പാട്ട് കേട്ടാൽ മാലാഖമാര് വരില്ല എന്നൊരു പറച്ചിലുണ്ടല്ലോ. ഉണ്ട്, തീർച്ചയായും. വളരെ സാധാരണയായി കേൾക്കുന്ന ഒന്നാണ്. അപ്പൊ ശരിക്കും ലോകത്തെല്ലായിടത്തും സംഗീതമുണ്ട്. അപ്പം മാലാഖമാരൊന്നും എവിടെയുമില്ലേ? ഈ ലോകം അങ്ങനെ ശൂന്യമാണോ? അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഈ വിഷയത്തെ പലപ്പോഴും അക്ഷരാർത്ഥത്തിലെടുക്കുമ്പോഴാണ് ഈ ആശയക്കുഴപ്പം വരുന്നത്. അതെ അതെ. അപ്പോ നമുക്ക് ഖുറാനിൽ നിന്ന് തന്നെ തുടങ്ങാമല്ലേ? തീർച്ചയായും. ഖുറാൻ പറയുന്നത് മാലാഖമാർ ആകാശങ്ങളിലും ഭൂമിയിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നുവെന്നാണ്. നമ്മുടെ ഓരോ കർമ്മങ്ങളും അവർ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്ര ദുർബലരൊന്നുമല്ല അവർ. ഒരിക്കലുമല്ല. അങ്ങനെയുള്ളപ്പോൾ എവിടെയെങ്കിലും ഒരു ഗിറ്റാർ വാഴിച്ചാൽ അവർ പേടിച്ചോടിപ്പോകും എന്ന് പറയുന്നത് അതെത്രത്തോളം ശരിയാണ്? അവിടെയാണ് നമ്മൾ സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇരിക്കുന്നത്. ഈ ആശയം വരുന്നത് പ്രധാനമായും ചില ഹദീസുകളിൽ നിന്നാണ്. നായ, രൂപങ്ങൾ, പിന്നെ ചില സംഗീതോപകരണങ്ങളുള്ള വീടുകളിൽ മാലാഖമാർ പ്രവേശിക്കില്ലെന്ന് പറയുന്ന ഹദീസുകൾ. ഓക്കേ. എന്നാൽ മാലാഖമാർ അകന്നു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാത്തരം മാലാഖമാരെയും കുറിച്ചല്ല. അപ്പോൾ അതിലും വ്യത്യാസങ്ങളുണ്ട്. അതെ, പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഇത് റഹ്മത്തിന്റെ മാലാഖമാരെക്കുറിച്ചാണ് എന്നാണ്. അതായത് കാരുണ്യം, അനുഗ്രഹം, സമാധാനം അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്ന പ്രത്യേക മാലാഖമാർ. അപ്പൊ നമ്മുടെ കർമ്മങ്ങളെ രേഖപ്പെടുത്തുന്നവരൊക്കെ അവർ അവരുടെ ജോലി എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കും. അതിനൊരു മാറ്റവുമില്ല. മരണത്തിന്റെ മാലാഖയും വരും. അതുകൊണ്ട് ഇതൊരു ഭൂമിശാസ്ത്രപരമായ അകൽച്ചയല്ല. ഓ, അപ്പൊ ഇതൊരു ഒരുതരം ചേർച്ചയുടെ വിഷയമാണല്ലേ? ഒരു ഫിസിക്കൽ ഒഴിപ്പിക്കലല്ല. കൃത്യം. അതായത് ഒരു ഗിറ്റാർ വായിക്കുമ്പോൾ മാലാഖമാർ ഓടിപ്പോകുന്നു എന്നതിനേക്കാൾ നമ്മുടെ ഹൃദയം അവരുടെ സ്വാധീനം സ്വീകരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറുന്നു എന്നാണോ? അത് തന്നെ വളരെ മനോഹരമായി പറഞ്ഞു. നമ്മുടെ ഹൃദയം ഒരു റിസീവർ പോലെയാണ്. അല്ലാഹുവിനെ ഓർക്കുന്ന ഭക്തിയുള്ളവർ അന്തരീക്ഷത്തിൽ ആ റിസീവറിന് നല്ല സിഗ്നൽ കിട്ടും. എന്നാൽ അശ്രദ്ധയുടെയും ദേഹേച്ഛയുടെയും ഒക്കെ സാഹചര്യങ്ങൾ ഷെയ്ത്താന്റെ സ്വാധീനത്തിനാണ് വാതിൽ തുറന്നുകൊടുക്കുന്നത്. അവിടെ ഒരു നോയ്സ് അല്ലെങ്കിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു. അപ്പോ സംഗീതം, പ്രത്യേകിച്ച് നമ്മളെ അല്ലാഹുവിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്ന തരം സംഗീതം. അതെ, അത് നമ്മുടെ ഉള്ളിലെ ദൈവസ്മരണ, അതായത് ദിക്ർ, കുറയ്ക്കും. ആത്മീയമായ ഒരു ജാഗ്രതയുണ്ടാവില്ലേ, അതിനെ അതില്ലാതാക്കും. ശരിയാണ്. അപ്പോ വിഷയം സംഗീതം മാലാഖമാരെ ഓടിക്കുന്നു എന്നതിനേക്കാൾ ആ മാലാഖമാരിൽ നിന്നുള്ള പോസിറ്റീവ് സ്വാധീനം സ്വീകരിക്കാനുള്ള നമ്മുടെ ഹൃദയത്തിന്റെ കഴിവ് കുറയുന്നതെന്നതാണ്. അപ്പോൾ ഇതിന്റെ ഒരു ആകെത്തുക എന്താണ്? ലോകത്ത് എല്ലായിടത്തും സംഗീതമുണ്ട്, പാപങ്ങളുണ്ട്. എന്നിട്ടും മാലാഖമാർ വിടുത്തന്നെയുണ്ട്, അവരുടെ ജോലികൾ ചെയ്യുന്നുമുണ്ട്. തീർച്ചയായും. അപ്പോൾ സംഗീതം മാലാഖമാരുടെ സാന്നിധ്യത്തെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നില്ല. മറിച്ച് ആത്മീയ സാന്നിധ്യത്തിന്റെ ഗുണമേന്മയാണ് അത് ബാധിക്കുന്നത്. അങ്ങനെയല്ലേ? അതെ അതെ. നമസ്കാരം മാലാഖമാരുമായുള്ള നമ്മുടെ അടുപ്പം വർദ്ധിപ്പിക്കുന്നതുപോലെ പാപം ചെയ്യുന്നത് അവരെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നില്ല, പക്ഷെ അത് നമ്മുടെ ഹൃദയത്തിന്റെ പ്രകാശത്തെ ഒന്ന് മങ്ങിയതാക്കും. ഓക്കെ. അപ്പോ ഇന്നത്തെ ഈ ചർച്ചയിൽ നിന്ന് വ്യക്തമാകുന്നത് സംഗീതം കാരണം മാലാഖമാർ ശാരീരികമായി ഓടിപ്പോകുന്നു എന്ന ഒരു അന്ധവിശ്വാസം പോലത്തെ ചിന്ത മാറ്റിവെച്ച് അതെ, നമ്മുടെ ഹൃദയത്തിന്റെ ആത്മീയമായ സ്വീകാര്യതയെയാണ് ചില കാര്യങ്ങൾ ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് കൂടുതൽ ശരി. കൃത്യമായി പറഞ്ഞു. ഒരൊറ്റ വാക്യത്തിൽ പറഞ്ഞാൽ സംഗീതം ലോകത്തെ മാലാഖമാരിൽ നിന്ന് ശൂന്യമാക്കുന്നില്ല, പക്ഷേ ചിലതരം അമിതമായ ഉല്ലാസങ്ങളിലും അശ്രദ്ധയിലും മുഴുകുന്നത് ഒരു വ്യക്തിക്ക് റഹ്മത്തിന്റെ മാലാഖമാരിൽ നിന്നുള്ള മാർഗനിർദ്ദേശവും സമാധാനവും സ്വീകരിക്കാനുള്ള കഴിവിനെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് ഖുറാനിന്റെ അടിസ്ഥാന ആശയങ്ങളുമായി കൂടുതൽ യോജിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. ഇത് കൂടുതൽ യുക്തിസഹമാണ്. വളരെ നന്ദി. ഇത് കേൾക്കുന്നവർക്ക് തീർച്ചയായും ഒരു പുതിയ കാഴ്ചപ്പാട് നൽകും. അവസാനമായി ഒരു ചിന്ത കൂടി പങ്കുവെക്കട്ടെ. പറയൂ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ബാഹ്യമായ ഫലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ അത് നമ്മുടെ ഹൃദയത്തിന്റെ ആ ആത്മീയ ആന്റനയെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്ന് ചിന്തിക്കുന്നത് എത്ര പ്രധാനമാണ്. നമ്മുടെ ശ്രദ്ധ എവിടെയാണോ അവിടെയല്ലേ നമ്മുടെ ആത്മീയമായ ബന്ധങ്ങളും രൂപപ്പെടുന്നത്.